ഒടിയനൊക്കെ ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഏത് ലെവലിലേക്ക് പോകേണ്ട പടമായിരുന്നു എന്നാണ്. അജയൻ്റെ രണ്ടാം മോഷണം ഈ വർഷം ആദ്യം ഇറങ്ങിയ ഒരു മലയാള സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന ഒരു ടാഗ് ലൈനായിരുന്നു ഒരു മുത്തശ്ശിക്കഥ എന്നത്. ചെറിയ രീതിയിലുള്ള ട്രോളുകളിലൂടെ സിനിമാസ്വാദകർ ഈ മുത്തശ്ശിക്കഥ എന്നുള്ളൊരു വാക്ക് പലപ്പോഴും പരാമർശിച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സിനിമ, അതായത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് ഇതാണ് ശരിക്കുള്ളൊരു മുത്തശ്ശിക്കഥ എന്നാണ്. സിനിമ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ലാലേട്ടൻ നൽകുന്ന ഒരു നരേഷനിലൂടെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഫിലോസഫിക്കലായിട്ടോ അല്ലെങ്കിൽ ദൈവികമായിട്ടോ ഏത് തലത്തിൽ നിന്ന് വേണമെങ്കിലും നോക്കിക്കാണാം. അതായത് നമ്മുടെ മനുഷ്യജീവനെക്കുറിച്ച്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച്, ഇന്ന് നിഗൂഢമായി നിൽക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ലഘുവായി സംസാരിച്ചു പോവുകയാണ് അദ്ദേഹം. അതിനുശേഷമാണ് നമ്മുടെ സിനിമയുടെ ശരിക്കുള്ള കഥയിലേക്ക് വരുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ടൊവിനോ തോമസ് 3 കഥാപാത്രങ്ങളെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിക്കേളു എന്നൊരു യോദ്ധാവ്, അതിനുശേഷം വരുന്ന മണിയൻ, അതിനുശേഷം വരുന്ന അജയൻ എന്നീ കഥാപാത്രങ്ങൾ. ആ സിനിമ തുടങ്ങി ഏകദേശം ആദ്യത്തെ അരമണിക്കൂറോളം ഈ ഒരു കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് സംവിധായകൻ ശ്രമിക്കുന്നത്. കുഞ്ഞിക്കേളു എന്നൊരു യോദ്ധാവ് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഇതിനകത്ത് വ്യക്തമായി പറയുന്നില്ലെങ്കിലും നമ്മളൊക്കെ നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞിരുന്ന സമയത്ത്, അതുപോലെ തന്നെ പോർച്ചുഗീസ് സേനയുടെ അധിനിവേശം നിരന്തരം നിന്നിരുന്ന ഒരു സമയത്തും, അതുപോലെ തന്നെ വസൂരി എന്നൊരു മഹാമാരി നമ്മുടെ നാടിനെയൊക്കെ പിടിച്ചു കുലുക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ആ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ആ ഒരു കഥാപാത്രത്തിലൂടെ മുന്നോട്ട് പോയ കഥയ്ക്ക് എവിടെയൊക്കെ ഒരു കാന്താരയുടെ ഒരു ചെറിയൊരു കഥാതന്തു ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മണിയൻ എന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്നത് 40കളിലോ 50കളിലോ എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അതായത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾമാരൊക്കെ കാക്കി നിൽക്കിട്ടിരുന്ന ആ ഒരു കാലഘട്ടം. അതിനുശേഷം വരുന്ന അജയൻ എന്ന കഥാപാത്രം എത്തി നിൽക്കുന്നത് 80കളുടെ അവസാനത്തിലാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഒരു പോർഷനിൽ 80കളുടെ പകുതിക്ക് ശേഷം ഇറങ്ങിയ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡയലോഗ് ഇതിനകത്ത് പരാമർശിച്ച് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു അനുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. ഇനി അടുത്ത് പറയേണ്ടത് ഈ 3 കഥാപാത്രങ്ങളെയും ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതായത് ടൊവിനോ തോമസ് എന്നൊരു നടൻ ഈ 3 കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ രീതിയിലുള്ള വ്യത്യസ്ത മാനറിസംസ്, വ്യത്യസ്ത രീതിയിലുള്ള സംഭാഷണ ശൈലി, വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മെയ് വഴക്കം പോലും ഈ 3 കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്നതായിട്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞിക്കേളു എന്ന കഥാപാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന വീരപരിവേഷമുള്ള ഒരു യോദ്ധാവ്, നാട്ടുരാജാവ് പോലും ബഹുമാനിക്കുന്ന, തൻ്റെ സമൂഹത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നമുക്ക് മനസ്സിലാക്കാം. മണിയൻ എന്നൊരു കഥാപാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ വളരെ വിചിത്രമായി ചിന്തിക്കുന്ന, വിചിത്രമായി പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രമായി ടൊവിനോ തോമസ് നിറഞ്ഞാടി. ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ഒരു മോഹൻലാൽ ഫാൻ പറഞ്ഞത് ഒടിയനൊക്കെ ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഏത് ലെവലിലേക്ക് പോകേണ്ട പടമായിരുന്നു എന്നാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് വീണ്ടും ഈ ഒരു സിനിമയുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇനി അജയൻ എന്നൊരു കഥാപാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഒരു മെക്കാനിക്കാണ്, കളരി പരിശീലനം നടത്തുന്ന ഒരു വ്യക്തി കൂടെയാണ്. 80കളുടെ അവസാനത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അന്നേരം നിലനിൽക്കുന്ന എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജികൾ പോലും അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അത് നമ്മുടെ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. പക്ഷേ ഈ ഒരു അജയൻ എന്നൊരു കഥാപാത്രത്തിന് സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ ചീത്തപ്പേരുണ്ട്. അത് നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും സംശയിക്കുന്നത് ഈ ഒരു അജയൻ എന്നൊരു കഥാപാത്രത്തെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് വ്യക്തമായി പറയുന്നില്ലെങ്കിലും പല കഥാപാത്രങ്ങളിലെ സംസാര ശൈലി, അതുപോലെ തന്നെ ഈ സിനിമയിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കുന്ന കുറച്ച് ആർട്ട് ഫോംസ്, അതായത് യക്ഷഗാന എന്നുള്ളൊരു ആർട്ട് ഫോം വെച്ചിട്ട് ഇതൊരു ഉത്തര കേരള, വ്യക്തമായി പറഞ്ഞാൽ കാസർഗോഡ് ഭാഗമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇനി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി എന്നിവർ 3 പേരും ടൊവിനോ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ കൂടെ എത്തുന്നുണ്ട്. അതിൽ സുരഭി ലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രം ഒരു പ്രത്യേക പ്രശംസ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ സന്തോഷ് കിയാട്ടൂർ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, രോഹിണി, ഹരീഷ് ഉത്തമൻ, സുധീഷ്, ജഗദീഷ് തുടങ്ങിയവരോടൊപ്പം കന്നഡ നടനായ പ്രമോദ് ഷെട്ടിയും ഈ സിനിമയുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ബേസിൽ ജോസഫും സുധീഷും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ, ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ ജഗദീഷും പറവൂർ ഭരതനും തമ്മിലുള്ള കുറച്ച് ഒരു ഐക്കോണിക് ഒരു കോംബോ സീനുകളുണ്ട്. ആ സീനുകളെ ചെറുതായിട്ടെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ കഥ നടക്കുന്നത് 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ്. എന്നാൽ ഈ 3 കാലഘട്ടങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവസാനം എത്തി നിൽക്കുന്നത് അജയൻ എന്ന കഥാപാത്രത്തിനാണ്. ആ കഥാപാത്രം തനിക്ക് വന്നു ചേരുന്ന ഓരോ ചാലഞ്ചുകളെയും എങ്ങനെ ഫേസ് ചെയ്യുന്നു, ആത്യന്തികമായി ആ ഒരു കഥാപാത്രത്തിന് വിജയമാണോ പരാജയമാണോ നേരിടേണ്ടി വരുന്നത് എന്നതിലാണ് കഥ ചെന്നെത്തി നിൽക്കുന്നത്. ഇനി സിനിമയുടെ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ സിനിമ കണ്ടത് 3Dയിലാണ്, തിരുവനന്തപുരത്തെ ഏരീസ് ഫ്ലക്സ് എന്ന തിയേറ്ററിൽ നിന്ന്. ഇന്നലെ മുതലേ കുറച്ച് ആശങ്കകളുണ്ടായിരുന്നു. അതായത് 3D വെർഷൻ റെഡിയായിട്ടില്ല, ചിലപ്പോൾ റെഡിയാവും, ഒരുപക്ഷെ നാളെ രാവിലെ റെഡിയായേക്കാം. പക്ഷേ ആശങ്കകളെല്ലാം വിരാമമിട്ടുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അവർ ആ ഷോ നടത്തുകയുണ്ടായിരുന്നു. കാന്താര എന്നൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം പല മലയാളികളും ചർച്ച ചെയ്തൊരു കാര്യമാണ്
തെയ്യം എന്നുള്ളൊരു കലാരൂപത്തെ നമുക്കൊരു പക്ഷേ എന്തുകൊണ്ട് കാന്താരയിൽ കാണിച്ചതുപോലെ ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് മുതൽ പലരും പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ തനതായ പല കലാരൂപങ്ങളെയും നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ഒരു സിനിമയിലൂടെ, അതായത് കൊമേഴ്സ്യൽ സിനിമയിലൂടെ മേമ്പോടുകളെല്ലാം ചേർത്തുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ്. അത്രയ്ക്ക് എടുത്തു പറയാൻ പറ്റില്ലെങ്കിലും കളരിപ്പയറ്റിനെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രംഗങ്ങളെല്ലാം 3Dയിൽ കാണുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ട്രഷർ ഹണ്ട് സിനിമകളെ സംബന്ധിച്ച് പുതുമയുള്ളൊരു സബ്ജക്റ്റ് അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സീക്വൻസുകളെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കുറച്ച് രംഗങ്ങൾ, ഒരു മലമുകളിലെ വെള്ളച്ചാട്ടം, ഇതെല്ലാം വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ തന്നെയാണ് സിനിമയിൽ ഉടനീളം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഈ സിനിമയെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു മുത്തശ്ശി കഥ പോലെ തന്നെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അതായത് ഇതൊരു ചരിത്ര കഥയോ അമാനുഷികമായ കഴിവുകളുള്ള കഥാപാത്രങ്ങളോ ഉൾപ്പെട്ട ഒരു കഥയല്ല. വളരെ പതിഞ്ഞ താളത്തിൽ കഥ പറഞ്ഞു പോകുന്ന, എന്നാൽ കൃത്യമായ ഇടവേളകളിൽ എലവേഷൻ സീനുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഗൂസ് ബംസ് മൊമെൻറ്റ്സ് സമ്മാനിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്.